എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രചന ഒരു ടൂർ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ പാതിരാത്രി വന്ന സമയത്താണ് രചന ആ കാര്യം അറിയുന്നത്. ചിപ്പിമോൾ അവിടെ ഇല്ലെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സൗദാമിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ ചിപ്പിമോളെ വിട്ടേന്നൊക്കെ ചോദിച്ചോണ്ട് അതും അങ്ങോട്ടേക്ക് ഇഷിത ഡോക്ടറൊപ്പം. സൗദാമിനി പറഞ്ഞു, ചിപ്പിമോള് വല്ലാതെ കിടന്ന് വഴക്കുണ്ടാക്കി. അവസാനം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു കൊണ്ടേ വിട്ടാളാന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ വിട്ടേന്നൊക്കെ പറയണം. രചന പറഞ്ഞു, നിങ്ങളെ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിർത്തിയായിരിക്കുന്നതൊക്കെ ചോദിച്ചാൽ സൗദാമിനിയോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. ആ സമയം ആകാശ് പറഞ്ഞു, ദേ അതിന് ഇഷിത ഡോക്ടറെ അടുത്ത് ഒരു ദിവസം ഓർത്തപ്പോ എന്താ സംഭവിക്കുന്നേ, നീ വന്ന് കിടക്കാൻ നോക്ക രചനയെന്ന് പറയണം. അല്ല ആകാശേ, ചിപ്പിമോൾ അവിടെ അത് ശരിയാവോ, നമുക്ക് പോയി വിളിച്ചോണ്ട് വന്നാലോ? എന്തിന് ഈ പാതിരാത്രിക്കോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയണം. പിന്നെ രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ആകാശിന് ചിപ്പിമോളെ കണ്ടെടുത്താൽ കാണത്തില്ല. പിന്നെ മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചിപ്പിമോളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ ഊട്ടിയിലെ ബോർഡിങ്ങിൽ ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. കോടതി വിധി അനുകൂലമായിട്ട് വരുവാണെങ്കിൽ അവളെ അവിടെ ചേർത്ത് പഠിപ്പിക്കണം. അല്ലാതെ കൂടെ നിർത്താനൊന്നും ആകാശ് ഒരു രീതിയിലും സമ്മതിക്കത്തുമില്ല. അത് രജനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ആകാശിന്റെ സ്വഭാവമൊക്കെ. ആകാശ് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ എങ്ങാനും വേണേ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറയാം. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇഷിത എഴുന്നേക്കാണ്. ഇഷിത എഴുന്നേറ്റ് കഴിയുമ്പോൾ ചിപ്പുമോള് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇഷിത പോയി ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നോക്കിയപ്പോഴും ചിപ്പുമോള് നല്ല ഉറക്കത്തില്ല. അപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സ്വപ്നവല്ലി എന്ത് ചെയ്യുക, സ്വപ്നവല്ലി ചായ കുടിച്ചോണ്ടിരിക്കണം. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് മഞ്ജരി ഓടി വരുന്നത്. മഞ്ജരി വന്നിട്ട് അതെ അമ്മയ്ക്ക് കാണാനായിട്ട് നല്ലൊരു കാഴ്ച ഉണ്ടെന്ന് പറയണം. കാഴ്ച എന്ത് കാഴ്ച? അതൊക്കെ ഉണ്ടെന്ന് പറയണം. നീ കാര്യം എന്താന്ന് പറ മഞ്ജരി എന്ന് പറയണം. ഞാൻ കാണിച്ചു തരാം. അമ്മയ്ക്ക് കാണേണ്ട ഒരാള് വരുന്നുണ്ടെന്ന് പറയാം. ആളോ അതാരാ എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പത്തേനും ബാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകണം. നോക്കിക്കഴിഞ്ഞപ്പോ രചനയാണ് അങ്ങോട്ട് കയറി വരുന്നത്. രചനയെ കണ്ട് ഒരു നിമിഷം സ്വപ്നവല്ലി ഓർത്തു, ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ എന്നൊരു ചിന്തയായിരുന്നു. അടിമുടി പെരുത്ത് കയറി. കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഇറക്കി വിട്ടതൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ? തങ്ങളുടെ വീട്ടിലേക്കല്ല കയറി വരുന്നത്, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്തെങ്കിലും പറയുന്നേ? അങ്ങനെ എന്ത് ചെയ്യുവാണ്, രചന വന്നിട്ട് നേരെ ഇഷിതയുടെ ഒക്കെ ഫ്ലാറ്റിന് ഒരു ബെല്ലടിക്കുകയാണ്. അപ്പൊ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നു പ്രിയാമണിയാണ് ഇറങ്ങി വന്നേ. രചനയെ കണ്ടത് മനസ്സിലായി. പിന്നീട് രചന, ഞാനേ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണ. ഞാൻ രചനയെന്ന് പറയണ. മനസ്സിലായെന്ന് പറയണ. അതെ, ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ പ്രിയാമണി പറഞ്ഞ്, മനസ്സിലായി. ചിപ്പിമോളെ കൊണ്ടുപോയതും കോടതി കേസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം പറയാം, ചിപ്പിമോളെ കൊണ്ടുപോയതുകൊണ്ട് മാത്രം ആയില്ല. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കുന്നതുകൊണ്ട് മാത്രം അമ്മയായില്ല. ചിപ്പിമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതിനു വേണ്ടിയിട്ട്, അല്ലാതെ ആയനെ നിർത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. അറിയാലോ, ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ രചനയ്ക്കെന്ന് പറയാം. ഇത് കേട്ടോ രചനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രചനയോട്, ചിപ്പിമോളെ ഞാൻ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കാം. നിങ്ങളുടെ മോളെ കൊണ്ടുപോകണമെന്ന് ഞാനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാണ്. അങ്ങനെ വാ എന്ന് പറഞ്ഞ് രചന അകത്ത് കയറ്റി വിളിക്കുവാണ് പ്രിയാമണി. അങ്ങനെ രചന അകത്തേക്ക് കയറി ചെല്ലുവാണ്. ആ സമയത്ത് ചിപ്പിമോള് നല്ല ഉറക്കത്തിലായിരുന്നു. രചന വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത എന്ത് ചെയ്യുവാണ്, ചിപ്പിമോളെ പോയി വിളിക്കുവാണ്. ചിപ്പിമോളെ എഴുന്നേക്കാൻ പറഞ്ഞ് ചിപ്പിമോളെ എഴുന്നേറ്റു. അതെ, മോളുടെ അമ്മ വന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ കഴുത്തിലേക്ക് ചാടിക്കയറി കെട്ടിപ്പിടിക്കുവാണ് ചിപ്പിമോള്. അതെ, ഞാൻ പോകുന്നില്ല ഷിയാമ്മ, ഞാനിപ്പോ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല ഷിയാമ്മ, ഞാൻ പോകുന്നില്ല, ഞാൻ പിന്നെ പൊക്കോളാം. ഷിയാമ്മ എന്നെ ഇപ്പൊ ആ കൂടെ പറഞ്ഞു വിടലെന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അത് ശരിയാകത്തില്ല, മോളിപ്പൊ പോണെന്ന് പറയാം. വേണ്ട, മോളെ പറഞ്ഞു വിടില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രചന കയറി വരുവാണ്. രചനയെ കണ്ടപ്പോൾ, ഞാൻ വരില്ല, ഞാൻ ഷിയാമ്മയുടെ കൂടെ ഞാൻ വരത്തില്ല എന്ന് പറയണം. അവസാനം പിടിവാശിക്ക് വഴങ്ങുകയോ ചെയ്ത രചന. രചനയോട് ഇഷ്ടത്തോട് കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ മോളെ കൊണ്ടുവിട്ടേക്കാം, ഇപ്പൊ രചന പോകാൻ പറയണം. രചനയ്ക്ക് മനസ്സിലായിരുന്നു, കാരണം തൊട്ടപ്പുറത്ത് മുറിയിലെ മഹേഷ. ഇനി എങ്ങാനും ചിപ്പിമോൾ അങ്ങോട്ടെങ്ങാനും പോവാന്നൊരു പേടിയുണ്ട്. അത് രചന മുഖത്ത് പ്രകടമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഇഷിത പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ട, ഞാൻ മോളെ ഒരിടത്തേക്കും വിടാനൊന്നും പോകുന്നില്ല, മോൾ ഇവിടെ തന്നെ സേഫ് ആയിരിക്കും, ആരുടെ അടുത്തേക്കും വിടാൻ പോകുന്നില്ല. രചന പോയിക്കൊള്ളാൻ പറയാണ്, ഞാൻ എത്തിച്ചേക്കാന്ന് പറയാ. അങ്ങനെ രചന പോവാ. കാരണം രചനയ്ക്ക് വേറെ നിവൃത്തിയില്ല. ഒരു പക്ഷേങ്കിൽ ഇഷിതേനെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അവര് കോടതി വന്ന് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് പറയാനും പറ്റില്ല. തനിക്കെതിരെ എങ്ങാനും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, കുഞ്ഞിനെ തനിക്ക് കിട്ടില്ല, ആ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ രചന അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് സുചിത്ര അങ്ങോട്ട് ഇറങ്ങി വന്നു. സുചിത്ര ഇറങ്ങി വന്നിട്ട് പ്രിയാമേനോട് പറഞ്ഞു, അതെ
വല്ലതും കണ്ടായിരുന്നു നിക്ക്? എന്താ കണ്ടില്ലേ? ചിപ്പിമോളും ഇഷ്ടേച്ചിയും കൂടെ തമ്മിലുള്ള അടുപ്പം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പണ്ടേ തൊട്ട് അവരങ്ങനെയല്ലെന്ന് ചോദിക്കണം. കണ്ടപ്പോ തൊട്ട് അവരങ്ങനെയല്ലെന്ന് ചോദിക്കുക. അതെ അതെ, ഇത് ഇച്ചിരി കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അവസാനം ഇത് ചെന്ന് കലാശിക്കുന്ന എവിടെയാണെന്നറിയാവോ? എവിടെ? ഒരു കല്യാണത്തിനോ? അതെ, ഒരു മിന്നുകെട്ട് നടക്കൂന്നറിയാം. മിന്നുകെട്ട് ആരുടെ? അതെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു ക്ലൂ തരാന്ന് പറയണേ. ക്ലൂ? എന്ത് ക്ലൂ? അതെ, ചിപ്പിമോളുടെ അച്ഛനും നമ്മുടെ ഇഷ്ടേച്ച് നമ്മളുടെ കല്യാണം. ദേ ഒന്ന് മിണ്ടാതെ പൊക്കോട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പ്രിയാമണി ദേഷ്യപ്പെടുകയാണ്. ഞാനുള്ള കാര്യം പറയുമ്പോ ചിറ്റി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന ചോദിക്കുക. ദേ എന്റെ മോൾ അങ്ങനെ അത്രക്കാരിയൊന്നും അല്ലെന്ന് പറയണ. ഞാൻ മഹേഷിനെ കണ്ണെടുത്താ കാണത്തില്ലെന്ന് പറയും. പിന്നെ അതൊക്കെ പണ്ട്, ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഒന്ന് ചോദിച്ചു നോക്ക് രണ്ടുപേരുടെയും കൂടെ. ഇനിയിപ്പം ചിറ്റയ്ക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചിറ്റ സംശയം അങ്ങ് തീർത്തോളം പറഞ്ഞിട്ട് സുമിത്ര അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം. ആ സമയം പ്രിയാമണി ആലോചിച്ചു, ഇനിയിപ്പോ സുമിത്ര പറഞ്ഞ പോലെ എന്തേലും ഉണ്ടോ? ഇനി സുധി തന്നോട് കള്ളം പറഞ്ഞാണ്. അവളെന്തിനാ തന്നോട് കള്ളം പറയണേ? അങ്ങനെയാണെങ്കിൽ ഇത് അവളോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പക്ഷെ ഇഷുവിനോട് എങ്ങനെ പോയി ചോദിക്കുന്നേ? അവളിനി എന്തെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവൾക്ക് ആ കുഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് താനും. ഇനിയിപ്പോ അവളോട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അതിനനുകൂലമായിട്ട് ഒരു മറുപടി ആയിരിക്കില്ല പറയണേ. അവള് ദേഷ്യപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാ. തൽക്കാലത്തേക്ക് ഇപ്പൊ ചോദിക്കണ്ട. ഇപ്പൊ ചോദിച്ച് വെറുതെ എന്തിനാ നാണം കിടുന്നേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു മനസ്സ് നിറയെ. ആ സമയത്ത് രാമനാഥന്റെ അടുത്ത് സ്വപ്നവല്ലി പറഞ്ഞു, അല്ല ആ രജനി എന്തിനാ അവിടെ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, ആർക്കറിയാന്ന് പറയാം. രാമനാഥൻ പറഞ്ഞില്ല അപ്പുറം ചിപ്പിമോളുണ്ടെന്നുള്ള കാര്യം. ഇത് അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സ്വപ്നവല്ലി അങ്ങോട്ട് അരച്ചു കയറി ചെല്ലും. അത് പിന്നീട് പ്രശ്നമാവും. അത് വേണ്ട, വെറുതെ എന്തിനാ ഒരു വയ്യാവേലി പിടിച്ചു വെക്കുന്നേ? ഇപ്പോഴാണെങ്കിൽ ഇഷിത ഡോക്ടർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടെങ്കിലും ഉണ്ട്. ഇനി ഉള്ള വരവും കൂടെ മുടക്കണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നീട് ചിപ്പിമോൾക്കാണെങ്കിൽ രചന പോയി കഴിഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. ഇഷിതനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. ഉമ്മയെ വെച്ചിട്ട് പറഞ്ഞു, അതെ എന്നെ വൈകുന്നേരം കൊണ്ടേ വിട്ടാൽ മതി, ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്താലോ, ഡാഡിയോട് ഇന്നും കൂടെ നമുക്ക് പുറത്ത് കറങ്ങാൻ പോയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അത് വേണ്ട, ഇന്നേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അയ്യോ അപ്പോഴെങ്ങനെ ശരിയാന്ന്? എന്ത്? അല്ല നമുക്ക് പുറത്ത് പോകാനേ, നമുക്ക് പുറത്ത് പിന്നീട് ദിവസം പോവാം. ഞാൻ പോകുന്ന സമയത്ത് മോളെ മോളുടെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് അമ്മേന്റെ അടുത്ത് കൊണ്ടേ ആക്കിയിട്ട് പോവാന്ന് പറയണം. അത് കേട്ടതും ചിപ്പിമോളുടെ മുഖം ആകെപ്പാടെ മാറിപ്പോയി. പിന്നീട് എന്ത് ചെയ്യുവാണ്? ഇഷിത പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ മഹേഷൻ നിൽക്കുന്നുണ്ട്. ഇഷിത മഹേഷിനെ നോക്കി പുഞ്ചിരിച്ചപ്പോ മഹേഷ് ചിപ്പിമോൾ അകത്തുണ്ടെന്ന് പറയണം. അല്ല വീട്ടിലാരും പറഞ്ഞിട്ടില്ല ചിപ്പിമോൾ ഇവിടെ ഉണ്ടെന്ന്? ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയണ. ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട, പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇനി അതൊരു പ്രശ്നമായാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ്, അത് ശരിയാ, പക്ഷെ എന്നാലും കുഞ്ഞിനെ അമ്മേനൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷേ എങ്കില് ഇഷിത സമ്മതിക്കുമോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അവസാനം ഇഷിത ചോദിച്ചു, എന്താ മഹേഷിന് എന്നോട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അല്ല കുഞ്ഞിനെ അമ്മേനെ ഒന്ന് കാണിക്കണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ദേ കാണിക്കുന്നതല്ല പ്രശ്നം, അവസാനം പുലിവാലാവില്ലെന്ന് പറയാണ്. അറിയാലോ രചനയുടെ സ്വഭാവം, എന്തേലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രചന ഇങ്ങോട്ടും കൂടെ വിടത്തില്ല എന്ന് പറയാണ്. അതൊന്നും സാരില്ല എന്ന് പറയണം. അവസാനം എന്ത് ചെയ്യാണ്? ചിപ്പിമോളെ സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. സ്വപ്നവല്ലിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചിപ്പിമോളെ കണ്ടതും. കെട്ടിപ്പിടിച്ച് ചിപ്പിമോൾ കുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ ചിപ്പിമോളെ ഒന്ന് സ്നേഹിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും പറ്റിയില്ല. അങ്ങനെ സ്വപ്നവല്ലി എന്ത് ചെയ്യണം? ചിപ്പിമോൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോ അതെല്ലാം എറിഞ്ഞു കളഞ്ഞാണ് രചന. അങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്തു കൊടുക്കുവാണ്. ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛമ്മയുടെ അടുത്തുനിന്ന് വരാൻ പറ്റിയില്ലോ എന്നൊക്കെ ഓർത്തുണ്ട്. പിന്നീട് ചിപ്പിമോളെ കൊണ്ടുവിടാനായിട്ട് ഇഷിത ഇറങ്ങുവാണ്. ഈ സമയത്ത് മഹേഷ് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല. പക്ഷെ ഇപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അത് മാത്രമല്ല ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് നല്ല ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് താനും. കാരണം ഒരു കാരണവശാലും ആ പ്രോജക്റ്റ് കയ്യിൽ നിന്ന് വിട്ടു പോകാൻ വഴിയില്ല. രാജേഷ് പിള്ള സാറുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് എന്താണെന്ന് ഇന്ന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നലത്തെ നമ്മുടെ ആ കൂടിക്കാഴ്ച എല്ലാം അതിനെന്താളും പ്രയോജനം തരുന്ന തരത്തിലുള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അതെ താങ്ക്സിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തേ, അതിനേക്കാൾ ഉപരി ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാണ്. ബാ ചിപ്പിമോളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോളെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. മഹേഷിന് അത് കണ്ടപ്പോൾ എന്തുകൊണ്ടും സന്തോഷമായി. കാരണം ചിപ്പിമോള് ഇഷിതയുടെ കൈ ഭദ്രമായിരിക്കും മഹേഷിനറിയാം. അവള് വെറുതെ അല്ല വിളിക്കുന്നത്, ഷിയാമേന്നാ വിളിക്കുന്നത്. ഷിയാമേന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു അമ്മയുണ്ട്. കാരണം അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മഹേഷിനറിയാം. ആ സമയം വിവേക് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. വിവേകിന്റെ ഉള്ളിലേക്ക് വല്ലാത്ത ചിന്തകളൊക്കെ വരുന്നുണ്ട്. വിനോദും അവളും തമ്മിൽ കണ്ടുമുട്ടിയേക്ക് സുഹിത്രനും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവും. അപ്പൊ ഇത്രയും കാലം താൻ സ്നേഹിച്ചതും പുറകെ നടന്നെല്ലാം വെറുതെ ആവും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി.
വിവേകിന്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ല അങ്ങനെയൊരു ബന്ധം. അല്ലെങ്കിലും തന്നെ വെറും മണ്ടനാക്കുമല്ലേ അവളിപ്പോ ചെയ്തേ. വേറൊരുത്തനെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ നൈസായിട്ട് അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലേ. അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല, എങ്ങനെയും തടഞ്ഞാൽ മതിയാവുള്ളൂ എന്നൊരു ചിന്ത വിവേകന്റെ മനസ്സിലുണ്ട്. അവിടെ ഒന്ന് വിളിച്ചാലോ സുഹിത്രനെ, വിളിച്ച് നാളെ പറഞ്ഞാലോ എന്നൊക്കെ ആദ്യം ആലോചിച്ചു. വേണ്ട, തൽക്കാലത്തേക്കൊന്നും പറയാനായിട്ട് പോണ്ട. ഇനി ആ വിനോദിന്റെ തനി സ്വരൂപം പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ എന്താണേലും തിരികെ വന്നോളൂ. പക്ഷെ അതെന്ന് പറയുമ്പോ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വിനോദ് ആൾക്കാരെ മയക്കെടുക്കാനായിട്ട് അവന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ആകെപ്പാടെ അസ്വസ്ഥനായിട്ടായിരുന്നു വിവേക് ഓഫീസിലിരുന്നത്. അങ്ങനെ മഹേഷ് ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു ഓഫീസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിവേക് ചെന്ന് പറ്റി ഭയങ്കര സന്തോഷത്തിലാണെന്ന് നിൽക്കുക. പിന്നെ സന്തോഷത്തിലല്ലായിരിക്കുമോ, ഇന്നലെ കൊണ്ട് എന്താണ് എന്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചെന്ന് തോന്നിയെന്ന് പറയണം. എന്താ മഹേഷ് അങ്ങനെ പറഞ്ഞേ? ഇന്നലെ തൊട്ട് എന്താന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കര ഹാപ്പി മൂടാന്ന് പറയാ. ഇത് കേട്ടത് വിവേക് തന്റെ പ്രശ്നങ്ങളൊക്കെ മറന്നു. വിവേക് പറഞ്ഞു, അത് പിന്നെ മറ്റൊന്നും കൊണ്ടായിരിക്കില്ല, ചിപ്പിമോളെ കണ്ടല്ലോ, ചിപ്പിമോളെ അടുത്ത് കിട്ടിയല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാ. ഇത് മഹേഷ് എടുത്ത് അതാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയില്ല, കുറെ ദിവസങ്ങൾക്ക് ശേഷം നല്ല സമാധാനത്തോട് കൂടിയിട്ട് ഞാൻ ഇന്നലെ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറയാണ്. ഇത് വിവേക് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അത് ചിപ്പിമോൾ ഉള്ളതുകൊണ്ട് മാത്രമാ, ഉറപ്പായിട്ടും കിട്ടും. അധികം വൈകാതെ തന്നെ 10-ാം തീയതി അല്ലേ കോടതി കേസ് എടുക്കുന്നത്. 10-ാം തീയതി കുഞ്ഞിനെ തിരികെ കിട്ടും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇഷിത ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളോട് നിന്നെങ്കിൽ മാത്രമേ ഇനി ചിപ്പിമോളെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയണം. അങ്ങനെ മഹേഷിനോട് അവരോട് ഇഷിതയോട് സംസാരിക്കാനായിട്ട് പറയുകയാണ്. എങ്ങനെയെങ്കിലും മൊഴി മാറ്റി, കാരണം മഹേഷിന്റെ കയ്യിൽ കുഞ്ഞു സുരക്ഷിതമാണ്. ഇനി ഇഷിത മൊഴി കൊടുക്കണം, എങ്കിൽ മാത്രമേ കുഞ്ഞിനെ തിരികെ കിട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.